പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം കൃപയായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എബ്രായർ 12:1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്തത്വം നമ്മൾ മിക്കവാറും ആ വാക്യം ഉദ്ധരിക്കാറുണ്ട്. മത്തായി 1:21 അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട്. പലപ്പോഴും നമ്മള് ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ പാപത്തെ എന്തുമാത്രം ഗൗരവത്തോടെ എടുക്കുന്നു എന്നുള്ളൊരു കാര്യം സംശയാസ്പദമാണ്. പാപം നമ്മളെ മരണത്തിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും സീരിയസ് ആയിട്ട് നാം പാപത്തെ കാണുന്നില്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയത്തില്ല. സാത്താൻ നിരന്തരമായിട്ട് പോരാടുന്ന ഒരു കാര്യം പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുക എന്നുള്ളതാണ്. അല്ലെ, പാപത്തെ നോർമലായിട്ട് സാധാരണ ഒരു കാര്യമായിട്ട് കണ്ട് അതിനോട് പോരാടാനായിട്ടുള്ള ഉത്സാഹം കെടുത്തിക്കളയുക എന്നുള്ളതാണ് സാത്താൻ മിക്കപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യം. ഇവിടെ വെച്ചെങ്കിലും നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ട് പാപത്തോടുള്ള പോരാട്ടം നിന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം നമ്മൾ മരണത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 3:1 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്ന ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനും നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ബാഹ്യമായിട്ട് ജീവനുള്ളവെന്നുള്ള ഒരു പേരുണ്ടായിരിക്കുകയും ആന്തരികമായിട്ടൊരു മരണത്തിൽ നമുക്ക് ജീവിക്കാനായിട്ടും കഴിയും. എപ്പോഴും നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നത് പാപമാണ്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാണ്, വ്യക്തിയാണ് നീ. നമ്മുടെ ജീവിതത്തില് നാം നിരന്തരമായിട്ട് നമ്മൾ ജീവനുള്ളവരാണെങ്കിൽ നമ്മൾ പാപത്തോടുള്ള ഒരു പോരാട്ടത്തിലായിരിക്കും. ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞു തുടങ്ങുന്ന ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട പട്ടിക 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടാണ് ആകയാൽ എന്ന് പറഞ്ഞ് 12-ാം അധ്യായം തുടങ്ങുന്നത്. വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റ്. ഇവരെല്ലാം പാപത്തോട് പോരാടിയവരായിരുന്നു, പാപത്തെ ജയിക്കുന്നവരായിരുന്നു. അവരുടേതായ ഒരു നിലവാരത്തിൽ ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവേഷത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്തവരായിരുന്നു. അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഈ ക്രിസ്ത്യജീവിതത്തിന്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴാണ് നമുക്ക് ഭാരം ഉണ്ടാകുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എപ്പോഴും സന്തോഷിപ്പീൻ. പക്ഷെ പിന്നെ എപ്പോഴാണ് ഈ ഭാരത്തിന് സ്ഥാനമുള്ളത്? എപ്പോഴൊക്കെ നമ്മൾ ആന്തരികമായിട്ട് പാപത്തോടൊരു അനുരഞ്ജന മനോഭാവം പുലർത്തുന്നോ അന്നേരമാണ് നമുക്ക് ഭാരം ഉണ്ടാകാനിടയാകുന്നത്. ഇവിടെ 2 തിരിച്ചാ പറഞ്ഞിരിക്കുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. വീണ്ടും ജനിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രത്യേകത, അവൻ സ്വർഗീയമായൊരു മനസ്സുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ലക്ഷ്യവും ചിന്തകളെല്ലാം ദൈവത്തിൽ കേന്ദ്രീകരിച്ചതായിരിക്കും.
വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ജഡത്തിൽ കേന്ദ്രീകരിച്ചവരായിരുന്നു. വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി അവന്റെ ആന്തരിക മനോഭാവത്തിന് രൂപാന്തരം സംഭവിച്ചിട്ട് അവന്റെ മനസ്സും ചിന്തകളെല്ലാം ദൈവത്തിൽ കേന്ദ്രീകരിക്കുന്നതായി തീരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കുന്നു. വീണ്ടും ജനിക്കുന്ന ആ മനുഷ്യൻ സാവകാശം വളർച്ചയിൽ ആയിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളൊരു കുഞ്ഞിനെ ശ്രദ്ധിച്ചാൽ അത് ഏറ്റവും അധികം തിരിച്ചറിയുന്നത് അതിന്റെ അമ്മയുടെ ശബ്ദമായിരിക്കും. കാരണം അതെപ്പോഴും അമ്മയോടൊപ്പമാണ് ഒരു കുഞ്ഞായിരിക്കുന്നത്. ഏറ്റവും ആദ്യം അമ്മയോടാണ് അത് പ്രതികരിക്കാൻ തുടങ്ങുന്നത്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലും ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ തുടങ്ങുന്നത് ദൈവത്തിന്റെ ശബ്ദമായിരിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കും. ദൈവം സംസാരിക്കുമ്പം ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും. അമ്മയുടെ ശബ്ദം കേൾക്കുമ്പം അതിന് പ്രത്യേക ഒരു ചലനമുണ്ട്. അതിന്റെ മുഖത്തൊരു സന്തോഷമൊക്കെ വരും, ഉത്സാഹമൊക്കെ വരും. അതിങ്ങനെ വട്ടം നോക്കുക ശബ്ദം കേൾക്കുമ്പോഴേ. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ ദൈവശബ്ദത്തോട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രതികരണമുണ്ടോ? അല്ലെ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? സങ്കീർത്തനം 73:25 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ ഏകാഗ്രത ദൈവത്തിലാണോ നമ്മുടേതായിരിക്കുന്നത്? നമ്മളെ ദൈവത്തിൽ നിന്ന് കളയുന്ന നമുക്ക് ഭാരം ഉളവാക്കുന്ന ഒത്തിരി കാര്യങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നമ്മള് എഫേസ്യ ലേഖനം 4:30 അവിടെ ഇങ്ങനെ ഒരു പ്രബോധനം നമ്മൾ കേൾക്കുന്നുണ്ട്. എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനവനല്ലേ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഭാരം ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോഴാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിത്യതയുടെ തുറമുഖത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. വീണ്ടും ജനിക്കുമ്പം ദൈവം തന്റെ ആത്മാവിനെ നമ്മൾ ഉള്ളിലാക്കുന്നു. ആ ആത്മാവിനാലാണ് നമ്മൾ പിന്നെ നടന്നുകൊണ്ടേയിരിക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ നടന്നതിനെ കുറിച്ച് എഫേസ്യർ 2 പറയുന്നുണ്ട്. ജഡത്തിനും മനസ്സിനും വികാരങ്ങൾക്കും അനുസൃതമായിട്ടാണ് നമ്മൾ നടന്നത്. പക്ഷെ വീണ്ടും ജനിക്കുന്നതോടുകൂടി ആ ആളുടെ കോൺസെൻട്രേഷൻ, ശ്രദ്ധാകേന്ദ്രം ആത്മാവായിത്തീരുന്നു. അതുവരെ അവന്റെ ജഡമായിരുന്നെങ്കിൽ, അല്ലെ ദേഹിയും ദേഹവുമായിരുന്നെങ്കിൽ, പിന്നീട് അവന്റെ ശ്രദ്ധ മുഴുവൻ ആത്മാവിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് തുടങ്ങും. എപ്പോഴൊക്കെ ആത്മാവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പതിരുന്നു, അപ്പൊ നമുക്കുള്ളിലൊരു ഭാരം ഫീൽ ചെയ്യുന്ന കാണാനായിട്ട് കഴിയും. എന്തോ ഒരു ഭാരം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പം നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു അസമാധാനവും അസ്വസ്ഥയും ഉളവാകും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അത് പുറമേ നോക്കിയാൽ ഒരു പാപമായിക്കോണമെന്നില്ല. ഈ ഭാരം ഉളവാക്കുന്നത് ഒരു പാപം ചെയ്യുന്ന വഴി ആയിരിക്കത്തില്ല. 1 കൊരിന്ത്യർ ലേഖനം 6-ാമത്തെ അധ്യായത്തില് 1 കൊരിന്ത്യർ 6:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും അതല്ല. തുടർന്ന് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിന്റെ 23-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 10:23 സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. നമുക്ക് ആത്മീയ വർധന വരുത്താത്ത കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഭാരം ഉളവാകുന്ന കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ സുബോധമുള്ളവരാണെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ട ആത്മാവിലേക്ക് തിരിയും വേണ്ടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇനി നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ്. പക്ഷെ ആ ദൈവേഷ്ടം ചെയ്യുന്ന തടസ്സമായിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളുണ്ട്. അത് പാപമായിക്കണമെന്നില്ല. നമ്മളിപ്പം ഒത്തിരി കാര്യങ്ങളെ കുറിച്ച്
സംസാരിച്ചോണ്ടേയിരിക്കുന്നു. പാപകരമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. രണ്ട് സഹോദരന്മാർ ഒന്നിച്ച് കണ്ടു, അല്ലെ എപ്പോഴാണേലും നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ടോ അല്ലെ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒത്തിരി നേരം സംസാരിക്കും. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭാരം ഫീൽ ചെയ്യും. കാരണം എന്താ? അത്രയും സമയം നമ്മുടെ ഏകാഗ്രത കർത്താവിൽ നിന്ന് മാറിപ്പോയി. ഇത് പാപമല്ല, പാപമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത്രയും സമയം നമ്മുടെ ഹൃദയം ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ തിരിഞ്ഞ ആ ഒരു സംസാരത്തില് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഞരുങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും, തിരിച്ചറിയാൻ കഴിയും. പെട്ടെന്ന് നമ്മുടെ ഒരാന്തരിക സന്തോഷം നഷ്ടപ്പെടുന്നു. ആ സംസാരം എല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്തോ ചിലത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ നമുക്ക് വരും. അത്രയും സമയം നമ്മളും കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ ആ സംസാരിച്ച കാര്യങ്ങൾ നമ്മളെ തടഞ്ഞു. അത് പാപകരമെന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റു കാര്യങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തില് അതിന്റെ 19-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്ന, ആത്മാവിനെ കെടുക്കരുത്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ആന്തരികമായിട്ട് കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ദൈവവചനം ചിന്തിക്കാനും ദൈവശബ്ദം കേൾക്കാനും ഒക്കെ ഉള്ള ഒരു ഉത്സാഹം ആത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള ആത്മീയവർദ്ധന വരുത്താത്ത കാര്യങ്ങളിലേക്ക് തിരിയുമ്പം ആ എന്തോ ഒരു ശൂന്യത, എന്തോ ഒരു അസ്വസ്ഥത, എന്തോ ഒരു ഭാരം നമ്മളെ പിടികൂടിയത് കാണാൻ കഴിയും. അതിന്റെ കാരണം എന്താ? അത്രയും സമയം നമ്മൾ കർത്താവിനല്ല ഒന്നാം സ്ഥാനം കൊടുത്തേ. നമ്മൾ പാപമൊന്നും ചെയ്തില്ല, പക്ഷെ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം അന്യപ്പെട്ടിരിക്കുന്നതിനിടയായി തീർന്നു. നമ്മുടെ ആന്തരിക തലം മുഴുവൻ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളിൽ മുഴുകിപ്പോയി. അത് നമ്മളുടെ ഒരു ഭാരം ഉളവാക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മള് 1-2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ ഫീൽ ചെയ്യും. നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതേസമയം 1-2 ദിവസം നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ആയിരുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ക്ഷീണം നമ്മുടെ ആത്മാവിൽ ഫീൽ ചെയ്യാറുണ്ടോ? എപ്പോഴും നമ്മളെ തീയിൽ നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം കൊണ്ടാണ് നമ്മളെ ഉത്തേജിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ഉണർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2 ദിവസം ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്തില്ല, വചനത്തിന് നമ്മുടെ ചിന്തകളിൽ ഇട കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന വഴി സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ ഒരു തണുപ്പ് പ്രവേശിക്കും. പുറമേ നമുക്ക് ജീവൻ ഉണ്ടെന്നുള്ളൊരു പേരുണ്ടെങ്കിലും ആന്തരികമായിട്ട് നമുക്ക് ജീവൻ കുറഞ്ഞു വരുന്നത് കാണാൻ കഴിയും. ജീവൻ കുറഞ്ഞു കഴിയുമ്പം സംഭവിക്കുന്ന ഒരു കാര്യം, പാപത്തോടുള്ള പോരാട്ടത്തിൽ നമ്മൾ അലസരായിത്തീരും. നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ അതിന്റെ പ്രാഥമികമായ ഒരു തെളിവ് പാപത്തോട് നമ്മൾ എപ്പോഴും പോരാടിക്കൊണ്ടേയിരിക്കും എന്നുള്ള സജീവത്വത്തിലായിരിക്കും നമ്മൾ. പാപത്തിന്റെ ചിന്തകൾ വരുമ്പം നമ്മൾ വളരെ പെട്ടെന്ന് അതിനെ എതിർത്ത് നിൽക്കും. ഒരു കാവൽക്കാരൻ ശത്രു വരുന്ന കാണുമ്പോഴേ അവൻ നേരിടാൻ സജ്ജനാകുന്ന പോലെ പാപത്തിന്റെ ഒരു ശോധന വരുന്ന കാണുമ്പോഴേ നമുക്ക് ജീവനുണ്ടെങ്കിൽ നമ്മൾ പോരാടാനായിട്ട് തയ്യാറായി കഴിയും, എതിർത്ത് നിൽക്കാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മുടെ ഉള്ളിലെ ജീവന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപത്തോടൊരു മയമുള്ള സമീപനം എടുക്കും. ഇപ്പം ഒരാകാത്ത വാക്ക് നമ്മുടെ വായിൽ നിന്ന് വന്നു, നമ്മുടെ ഉള്ളിൽ ജീവന്റെ അംശം കുറവുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ അതിനെ ന്യായീകരിക്കാൻ തുടങ്ങും. അങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഒരു തെറ്റിന്റെയും ശരിയുടെയും പ്രമാണത്തിലേക്ക് പോകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്കത് അറിയാം, ജീവൻ നമുക്ക് കുറയാനായിട്ട് തുടങ്ങി. അതോടുകൂടി ഇനി ആ ജീവന്റെ വഴി നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ
നമ്മൾ നമ്മുടെ പാപം അംഗീകരിക്കുകയും നമ്മളെ തന്നെ താഴ്ത്തുകയും അനുദപിക്കുകയും ചെയ്യണം. ആത്മാവിന്റെ തീ വീണ്ടും നമ്മുടെ ഉള്ളില് ശക്തിയോടെ കത്താനായിട്ട് തുടങ്ങും. ഈ ആത്മാവിന്റെ തീ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ പാപം പ്രവേശിക്കുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മുടെ ഉള്ളില് പാപം എന്ന് പറയുമ്പം കയ്പായിരിക്കാം, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവമായിരിക്കാം, ധനത്തോടുള്ളൊരു താല്പര്യമായിരിക്കാം, അശുദ്ധ ചിന്തകളായിരിക്കാം, ഉന്നത ചിന്തകളായിരിക്കാം. ഈ ആത്മാവിന്റെ തീ കുറഞ്ഞു കഴിയുമ്പോൾ, അല്ലെ ആത്മാവിനെ കെടുക്കുന്ന ഒരു തലത്തിൽ നമ്മൾ ജീവിക്കുമ്പം പാപത്തോടുള്ള ആ സെൻസിറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. ഒരു ആത്മീയ മരവിപ്പിലേക്ക് നമ്മൾ പോകും. അത് കുടുംബജീവിതത്തിൽ നമുക്കത് ഫീൽ ചെയ്യും. ഭാര്യ-ഭർതൃ ബന്ധത്തിലും സഹോദരന്മാരുള്ള ബന്ധത്തിലും എല്ലാം നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അത് കാണിക്കുന്നത് എവിടെയോ ആത്മാവിനോട് നമ്മൾ മറുത്തു നിന്നു, അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ് അത് കാണിക്കുന്ന ഒരു കാര്യം. ഇത് നമ്മളിലൊരു ഭാരം ഉളവാക്കും. നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയും. നമുക്കറിയാം, ഒരു ഓട്ടക്കാരൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പരമാവധി കനം കുറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. എന്നുവെച്ചാൽ വസ്ത്രം പോലും അവന്റെ ഓട്ടത്തെ തടയാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ആത്മീയമായ ഒരു ഓട്ടത്തിൽ നമ്മളിവിടെ വായിച്ച് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ മുമ്പിലുള്ള ഈ ഓട്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓട്ടത്തിന് സ്പീഡ് കുറയുമ്പോൾ, അല്ലെ ഉള്ളിലുള്ള തീ കുറയുന്നു, ഉത്സാഹം കുറയുന്നു, അതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എവിടെയോ ഒന്നുകിൽ പാപം അല്ലെങ്കിൽ എന്തോ ഒരു ഭാരം നമ്മുടെ മേൽ കയറി കൂടിയിട്ടുണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അത് പലപ്പോഴും ഈ ജീവന്റെ വഴിയിൽ നമ്മൾ നടക്കുന്നതിനനുസരിച്ചാണ് ഈ ബോധ്യങ്ങൾ നമുക്ക് വർദ്ധിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ലഭിക്കുന്ന സമയം പരമാവധി ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അവന്റെ ചിന്തകൾ എപ്പോഴും ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ആയിരിക്കും. എപ്പോഴെങ്കിലും ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ, അല്ലെ തിരക്കുകളൊക്കെ മാറി സ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ, ഈ മുന്നോട്ട് ഓടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കർത്താവിലേക്ക് അവന്റെ ചിന്ത തിരിയും, ദൈവവചനത്തിലേക്ക് തിരിയും. അവിടെ ആ ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കൂടുതൽ ബോധ്യങ്ങളും വെളിച്ചങ്ങളും അവന്റെ ഉള്ളിൽ കൊടുക്കുന്നത്. അത് ലഭിക്കും തോറും ഒരാന്തരികമായ ഒരു വളർച്ചയിലായിരിക്കും. നമ്മൾ ഈ ഒരു ഓട്ടം തുടങ്ങുമ്പോൾ, നമ്മുടെ ക്രിസ്തീയത്തിന്റെ ഓട്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ തുടക്കം പാപത്തെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഓട്ടമാണ് തുടങ്ങുന്നത്. നമ്മുടെ മനസാക്ഷിയില് പാപമെന്ന് ബോധ്യമുള്ള എല്ലാ പാപങ്ങളെയും വിട്ടിട്ടാണ് നമ്മൾ ഓടാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സകല പാപവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു നമ്മൾ ദൈവമുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നു. നമ്മൾ കഴുകപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. ദൈവം നമ്മളെ പാപം ചെയ്യാത്തൊരു വ്യക്തിയായിട്ടാണ് നമ്മളെ കാണുന്നത്. നമ്മൾ റോമർ 6:7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പഴയ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു, അല്ലെ പാപത്തിൽ നിന്ന് വിടുതൽ, സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. 6:7 നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ശുദ്ധമായ ക്ലീൻ സ്റ്റേജിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇനി 2 കാര്യങ്ങളാണ് നമ്മൾ നേരിടാനായിട്ട് പോകുന്നത്. ഒന്ന് ഭാരവും, മറ്റൊന്ന് മുറുകെ പറ്റുന്ന പാപവും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിട്ട് ഓടാനാ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഓട്ടത്തിനിടയ്ക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തില് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് 3-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുമ്പം, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവികമായ പൂർണ്ണതയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു ശിശു ജനിച്ച് വളർന്ന് ഒരു പുരുഷത്വത്തിലേക്ക് എത്തുന്നത് പോലെ
വീണ്ടും ജനിച്ച ഒരു വ്യക്തി മുന്നോട്ട് യാത്ര ചെയ്യും തോറും അവൻ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും, പാപത്തെ ജയിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ, കർത്താവിന്റെ അതേ സ്വഭാവത്തോട് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം ക്രിസ്തുവിന് അനുരൂപമായ ഒരു വളർച്ച നിരന്തരമായിട്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി, കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ 1 യോഹന്നാൻ 1-ാം അധ്യായത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ 1 മുതലുള്ള വാക്യങ്ങള്, 1, 2, 3 വാക്യങ്ങള്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. അവിടെ പറഞ്ഞിരിക്കുന്നത് കൈകൊണ്ട് തൊട്ടറിഞ്ഞു എന്നാണ്. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കിയതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും ഞങ്ങൾ നോക്കിയതും ജീവൻ പ്രത്യക്ഷമായി. അപ്പൊ നമ്മളും കർത്താവിനോട് അനുഭവപ്പെടുമ്പോൾ, നമ്മളോട് ഇടപെടുന്നവരോടുള്ള ബന്ധത്തിൽ അവരും ഇത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാനായിട്ട് ഇടയായിത്തീരും. ഈ ജീവൻ, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ജീവൻ, നമ്മൾ വളരും തോറും ഈ ജീവനിലാണ് നമ്മൾ വളരുന്നത്. കർത്താവിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്വഭാവത്തോട് അനുഭവപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. കൂടുതൽ കൂടുതൽ വാക്കുകളിൽ ശുദ്ധീകരണം വരുന്നു, ആദ്യം ചിന്തകളിൽ വരുന്നു, മനോഭാവങ്ങളിൽ വരുന്നു, പ്രവൃത്തിയിലും വാക്കുകളിലെല്ലാം കൂടുതൽ കൂടുതൽ ദൈവാനുരൂപമായ ഒരു വളർച്ച നമ്മൾ പ്രാപിക്കുന്നു. കൊലോസ്യ ലേഖനത്തില് ആ വളർച്ചയെക്കുറിച്ച് പറയുമ്പം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തില് അവിടെ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിന്റെ 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തലയാവിൽ നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് മെയ്കിപ്പിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു. നമ്മുടെ അകത്തെ മനുഷ്യന് ഒരു ദൈവീകമായ ഒരു വളർച്ച, ദൈവത്തിന്റെ അല്ലെ കർത്താവിന്റെ ആ ജീവന്റെ പങ്കാളിത്തം വർദ്ധിച്ച അളവിൽ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അനന്തരഫലം നമ്മുടെ മനോഭാവങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്, കാഴ്ചപ്പാടുകളില്, ലക്ഷ്യങ്ങളിലെല്ലാം ഒരു ശുദ്ധീകരണം വന്നുകൊണ്ടേയിരിക്കും. മുമ്പോട്ട് പോകും തോറും ഈ ആന്തരിക ജീവൻ നമ്മളെ കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഉത്സാഹം തന്നുകൊണ്ടേയിരിക്കും. പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ ഗൗരവമുള്ളവരായിത്തീരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പാപത്തോടുള്ള ബന്ധത്തിൽ എന്ന് പറയുമ്പം അത് കയ്പിനോടുള്ള ബന്ധത്തിലാണെങ്കിലും മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇതിലെല്ലാം നമുക്കൊരു പുതുക്കം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം പഴയ നിയമത്തില് ഇസ്രായേലിന് കൽപ്പന കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പുളിച്ചത് നിങ്ങളുടെ വാസസ്ഥലത്തെങ്ങും കാണരുത്. പുളിപ്പുള്ളൊരു കാര്യം നിങ്ങളുടെ വാസസ്ഥലത്തൊന്നും കാണരുത്. നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പം നമ്മുടെ ഉള്ളിലുള്ള നീരസവും കയ്പും ഒക്കെയാണ് ഈ പുളിപ്പിനോട് ഭൂമിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഒരു ചെറിയ അംശം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇട കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും. മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടവരെ പോലെ ആയിത്തീരുന്ന കാണാൻ കഴിയും. നമ്മുടെ ഉള്ളു മുഴുവൻ കയ്പും വെറുപ്പും പകയും വിദ്വേഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ആത്മാവിന്റെ തലത്തിൽ ജീവിക്കുന്നിടത്ത്, ആ വഴി നടക്കുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇടയുണ്ടാവത്തില്ല. നമ്മളെ കുറിച്ചുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ മനുഷ്യനാക്കി നമ്മളെ തീർക്കുക ചെയ്യും. ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യൻ, ആ മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു.
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കും. അവന്റെ ചിന്തകളിൽ എപ്പോഴും വിശുദ്ധി ഉണ്ടാവും. ആരും കാണാത്ത ചിന്താമണ്ഡലത്തിലെ തലങ്ങളിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തില് ആ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വച്ഛ സ്ഫടികമായിട്ടുള്ള ഒരു നദിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഉള്ളും പുറമെല്ലാം ആ വെള്ളത്തിനുള്ളിലേക്ക് നോക്കിയാൽ എല്ലാം നമുക്ക് കാണാം. നമ്മുടെ ഉള്ളില് ഈ ദൈവിക വളർച്ച പ്രാപിക്കും തോറും അകത്തെ അതേ ഭാവമായിരിക്കും നമ്മുടെ പുറമേ ഉണ്ടാവുന്നത്. അല്ലാത്തപ്പം നമ്മുടെ ഉള്ളിലുള്ള കാര്യമല്ല നമ്മൾ പുറമേ കാണിക്കുന്നത്. നമ്മൾ പുറമേ വളരെ നീറ്റായിട്ടൊക്കെ നിൽക്കുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ കയ്പും പകയും വിദ്വേഷവും ഒക്കെ കൊണ്ടൊക്കെ നമ്മൾ നിറഞ്ഞവരായിരിക്കും. നമ്മൾ പുറമേ ചിരിക്കുമ്പോഴും അകമേ നമ്മൾ പല്ലിറുങ്ങുന്നവരായിരിക്കും. പക്ഷെ ഈ ആന്തരിക മനുഷ്യൻ വളരും തോറും നമ്മുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹിയുമായിട്ടുള്ള ബന്ധത്തിൽ ഓരോരോ ഞരമ്പുകളും മുറിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നു. വളരെ ആന്തരിക മനുഷ്യൻ വളരും തോറും. മറ്റേത് നമുക്കറിയാം, ഒരു കുഞ്ഞമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് പുക്കിൾക്കൊടിയിലൂടെ അമ്മയിൽ നിന്നാണ് അതിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നത്. നമ്മളും ജഡത്തിലായിരുന്നപ്പം ജഡത്തിൽ നിന്ന് വരുന്ന മരണം വരെ നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പുക്കിൾക്കൊടി ജഡത്തിനോട് ബന്ധപ്പെട്ടാകുന്നത്. പക്ഷെ വീണ്ടും ജനിക്കോടുകൂടി ഒരു ആന്തരിക പരിച്ഛേദന, ആ പുക്കിൾക്കൊടി വിച്ഛേദിക്കപ്പെടുന്നു. ഇനി നമ്മൾ അവിടെ നിന്നൊന്നും സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇനി സ്വീകരിക്കുന്ന മുഴുവൻ ആത്മാവിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, അല്ലെ കർത്താവിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ ചിന്തകളിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാഥമികമായിട്ട് നമ്മുടെ ചിന്തകളിലാണ് വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ, അല്ല ജഡത്തെ അനുസരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു നീരസവും കയ്പും അസ്വസ്ഥയും മനുഷ്യനോടുള്ള ബന്ധത്തിലുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ആത്മാവിന്റെ തലത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷം, അല്ല ആത്മാവിലേക്ക് തിരിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താലും ഇപ്പോ വെറുപ്പോ അസ്വസ്ഥയോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഏത് നമ്മുടെ ഉള്ളിൽ ഉരുവായാലും നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഓട്ടത്തെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മള് ഈ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ടല്ലോ, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. നമ്മൾ മരിക്കുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ടാണ്, അല്പം വിശപ്പിന് അല്പ വെള്ളം ദാഹിക്കിൽ. പക്ഷെ അത് ഭൗതികമായ തലത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആന്തരിക പോരാട്ടത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നമുക്ക് ഭാരം ഉളവാക്കുന്നത്, കയ്പ് നമുക്ക് ഭാരം ഉളവാക്കുന്നതാണ്, നീരസം, അസ്വസ്ഥത, ഇതെല്ലാം നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന, ഭാരം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സാത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഓട്ടം തടസ്സപ്പെടുത്താനായിട്ട് ഇങ്ങനത്തെ ചിന്തകള്, കയ്പിന്റെ ചിന്തകള്, അസ്വസ്ഥയുടെ ചിന്തകള്, വിധിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടിടുമ്പോൾ അത് വലിയൊരു ഭാരം ചെന്ന് നമ്മൾ ഓടുന്നതിന് തുല്യമാണ്. നമ്മുടെ ഓട്ടം ആദ്യം സ്പീഡ് കുറയും, പിന്നെ നമുക്ക് ഓടാൻ കഴിയാതെ വരും. നമ്മൾ എപ്പോഴും വീണ്ടും മാനസാന്തരപ്പെട്ട് അതിനെ ഉപേക്ഷിക്കുന്നു, ആ കയ്പിനെ, വെറുപ്പിനെ, അസ്വസ്ഥതയെ, നീരസത്തെ ഉപേക്ഷിക്കുന്ന അന്നേരമാണ് വീണ്ടും നമ്മുടെ ഓട്ടം സ്പീഡുള്ളതായി തീരുന്നത്, അല്ലെ വെയിറ്റ് ഇല്ലാത്തതായിട്ട് തീരുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കിയാൽ, ഇപ്പൊ എബ്രായ ലേഖനത്തില് നമുക്കൊരു വാക്യം വായിക്കുക. എബ്രായ ലേഖനം 5-ാം അധ്യായത്തില് 11 മുതലുള്ള വാക്യങ്ങളില് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടിയെന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാലം നോക്കിയാൽ ഉപദേശകന്മാരായിരിക്കണം, അല്ലെ ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്നവരായിരിക്കണം. നമുക്കറിയാം ഒരു ടീച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവന് വ്യക്തതയുണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്ന കാലം നോക്കിയാൽ നിങ്ങൾ ആ ഒരു പ്രായം നിങ്ങൾക്കുണ്ട്, പക്ഷെ ഇന്നും നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല,
പാലെത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഈ പാലെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ എന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ഓടിക്കൊണ്ട് ഇരിക്കുന്നവരാണെങ്കിൽ കട്ടിയായിട്ടുള്ള ആഹാരമായിരിക്കും നമുക്ക് താല്പര്യം. എന്ന് പറഞ്ഞാൽ പാപത്തെ ജയിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കാനായിരിക്കും നമുക്ക് താല്പര്യം. പക്ഷെ നമ്മൾ വളരുന്നില്ലെങ്കിൽ പാലൊന്നും സാരമില്ല, കർത്താവ് ക്ഷമിക്കും. എത്ര പ്രാവശ്യം വീണാലും സാരമില്ല, കർത്താവ് ക്ഷമിക്കും. ഏത് വലിയ പാപം ചെയ്താലും സാരമില്ല, കർത്താവ് ക്ഷമിക്കും. നമുക്ക് എപ്പോഴും അത് കേൾക്കാനല്ല താല്പര്യം. അതോ കട്ടിയുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ പാപത്തെ ജയിക്കുന്ന കാര്യങ്ങളാണ്. കോപത്തിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല, കയ്പിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല, ദുർമോഹങ്ങൾക്ക്, ധനമോഹത്തിന്, ഉന്നത ഭാവത്തിനൊന്നും നിങ്ങൾക്ക് അടിമപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ ജയിക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നു. കാരണം എന്താ? ഈ മാന്യം നമ്മൾ ഉളവാക്കുന്ന പാപമാണ്. നമ്മൾ ഏതളവിൽ പാപത്തെ ജയിക്കാൻ തുടങ്ങുന്നു, അളവിൽ നമ്മൾ ആത്മാവിൽ ഉത്സാഹവും എരിവുള്ളവരായിരിക്കും. അപ്പൊ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നതിന്റെ ഉദ്ദേശം പാപത്തെ ജയിക്കാനായിട്ടാണ്. അല്ലെ, കൃപ. നമുക്കറിയാം, റോമർ 6:14 നമ്മളുടെ സ്ഥിരം പറയുന്ന ഒരു വാക്യമാണ്, നിങ്ങൾ ന്യായപ്രമാണത്തില്ല, കൃപയ്ക്ക് അത്രേ അതിന്റെ. കൃപയ്ക്ക് അതിന്റെ ആയിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു തരത്തിൽ പറഞ്ഞ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ഈ ആത്മാവാണ് കൃപ നമുക്ക് തരുന്നത്. നമ്മൾ ആത്മാവിനെ കുറിച്ച് കൃപയുടെ ആത്മാവെന്നാ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനത്തില്. അപ്പൊ ആത്മാവ് നമ്മളിൽ വരുമ്പം ആത്മാവിനോടൊപ്പം കൃപയും നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്, സഹായം, പാപത്തെ ജയിക്കാനുള്ള സഹായം. പക്ഷെ നമ്മൾ എത്ര പേർക്ക് പാപത്തെ ജയിക്കാൻ ആഗ്രഹമുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്ന് 2-ാം വാക്യത്തിലേക്ക്, റോമർ 12:2 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തിമാനുമായ, എബ്രായർ 12:2 വരുമ്പം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. എന്തിനാ നോക്കുന്നതെന്നാണ് പറഞ്ഞു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. തന്റെ മുമ്പിലുള്ള ഓട്ടം എന്തായിരുന്നു? ഒറ്റ വാക്കി പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം ത്യജിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്യാന്നുള്ളതായിരുന്നു. ആ പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്നയും അപമാനവും പഴിയും ദുഷിയും മരണവും എല്ലാം ഉണ്ടായിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം. നമ്മളോട് പറയുന്ന ആ യേശുവിനെ സൂക്ഷിച്ച് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. പല പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം, ആ സന്തോഷം എന്തായിരുന്നു? നമ്മളൊരു പാട്ടിൽ പാടാറുണ്ട്, പഴയൊരു പാട്ടില്, എന്നെ നേടുന്ന സന്തോഷം ഓർത്തതാൽ നിന്ദകൾ സഹിച്ച് മരിച്ച. അപ്പം ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. പിതാവിന്റെ ഇഷ്ടം അതായിരുന്നു. യെസമനെ വെച്ച് താൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ച്, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിൽ നമ്മൾ കർത്താവിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കർത്താവിന് ലക്ഷ്യമുണ്ടായിരുന്നു. ആ യാത്രയില് താൻ നേരിടേണ്ടുന്ന എല്ലാത്തിനെ കുറിച്ചും തനിക്ക് ഭയമൊന്നുമില്ലായിരുന്നു. താൻ തന്നെത്താൻ അതിനെല്ലാം നേരിടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തോണ്ടുള്ളൊരു ഓട്ടത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും പിതാവിന്റെ സമ്പൂർണ്ണ ഇഷ്ടം തന്റെ ജീവിതത്തിൽ നിറവേറ്റണമെന്നുള്ളതായിരുന്നു കർത്താവിനെ നയിച്ച കാര്യം. നമ്മളോടുള്ള ബന്ധത്തിലും നമ്മളെ നയിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ ഈ ഭൂമിയിൽ കുറെ കാലം ജീവിച്ച് മരിക്കണമെന്നുള്ളതാണോ? അതോ എൻ്റെ ആയുസ്സിനുള്ളിൽ എനിക്ക് പിതാവിന്റെ സമ്പൂർണ്ണ ഇഷ്ടം, അല്ലെ കർത്താവിന്റെ സമ്പൂർണ്ണ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്നുള്ളതാണോ? നമ്മൾക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കാം. നമ്മളെ നയിക്കുന്ന ലക്ഷ്യം എന്താ എന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഈ ഒരു ആയുസ്സിൽ പിതാവ് എൻ്റെ ജീവിതത്തിൽ നീ എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം നിറവേറ്റാനായിട്ട് എന്നെ സഹായിക്കണമെന്നുള്ള ഒരു നിലവിളിയും സമർപ്പണവുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. സാത്താൻ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ആ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ തിരിച്ചു കളയുന്നത്. ദേമാസിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി.
പൗലോസിനോടൊപ്പം നിന്ന ശക്തനായ ഒരു ശിഷ്യനായിരുന്നു. പക്ഷെ ആ ഓട്ടത്തിനിടയ്ക്ക് ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലോസിനെ വിട്ടുപോയി എന്നാണ്. നമ്മുടെ ഈ ലോകസ്നേഹമെന്ന ആ മുറുകെ പറ്റുന്ന പാപം തൻ്റെ മേലും പിടിപെട്ട് താൻ വഴി തെറ്റി ഓട്ടം നിർത്തി തിരിഞ്ഞു പോകുന്നതിനിടയായി തീർന്നു. അപ്പൊ നമ്മുടെ ക്രിസ്തീയത്തില് മുന്നോട്ടുള്ള ഓട്ടത്തിനിടയ്ക്ക് നമ്മുടെ ലക്ഷ്യം എവിടാ നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് വില കൊടുത്തും നമുക്കറിയാം, ക്രിസ്തീയത്തോടുള്ള ബന്ധത്തില് ഒരു വില കൊടുത്താലേ നമുക്ക് കാര്യങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, 3-ാം അധ്യായത്തില്, ചിലതൊക്കെ വിലയ്ക്ക് വാങ്ങാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആ വില എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടവും സ്വന്തം ലക്ഷ്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളുമാണ്. ഇപ്പൊ സാഗ്ബർ പലപ്പോഴും പറയാറില്ല, തൻ്റെ നേവിയിലായിരുന്നപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം നേവിയുടെ ടോപ്പിലെത്തുക എന്നുള്ളതായിരുന്നു. തൻ്റെ പിതാവും തന്നോട് പറഞ്ഞതാണ്, നീ നേവിയുടെ ടോപ്പ് പൊസിഷൻ വേണം റിട്ടയർ ചെയ്യാൻ. പക്ഷെ കർത്താവുമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞപ്പം പൗലോസപ്പോസ്തലൻ ഫിലിപ്പിയർക്കാർക്ക് പറഞ്ഞ പോലെ ചവറം തന്നെ തൻ്റെ ലക്ഷ്യം നേരെ തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ദൈവേഷ്ടം പൂർത്തീകരിക്കണം എന്നുള്ളതായി തീർന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫിലിപ്പിയർ 3 അപ്പോസ്തലൻ പറയും, എല്ലാം ഉപേക്ഷിച്ച് ചവറം എണ്ണാൻ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മുടെ വിളിയുടെ ഉദ്ദേശത്തിലായിരിക്കും. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ സൗരസൗരന്മാരെ നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. തുടർന്ന് 12-ന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പം വീണ്ടും പറയുന്ന ഒരു കാര്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും പാപത്തോടുള്ള പോരാട്ടം ചിന്തകളിൽ ആരംഭിക്കുന്നു. 2 തരം വിത്തുകളുണ്ട്. പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിലിടുന്നു, സാത്താൻ ജഡത്തിന്റെ വിത്തുകൾ നമ്മുടെ ഉള്ളിലിടുന്നു. ഗലാത്യർ 6 പറയുന്നുണ്ട്, ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ നിന്ന് വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് ജീവനെ കൊയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? ഒരിക്കൽ നമ്മൾ ജഡത്തിൽ പൂർണ്ണമായിട്ടും ജഡത്തിൽ നിന്ന് വിതച്ചോളായിരുന്നു. പക്ഷെ ഇന്നും നമ്മൾ ജഡത്തിൽ നിന്ന് തന്നെയാണോ വിതയ്ക്കുന്നത്? നമ്മുടെ ചിന്തകളിൽ ജഡത്തിന്റെ ചിന്തകൾക്കാണോ ഇടയുള്ളത്? കയ്പ്, വെറുപ്പ്, ദുർമോഹം, ശാഠ്യം, ഭിന്നത, അസൂയ, ഇതിനൊക്കെയാണോ? അതോ ആത്മാവിൽ നിന്ന് വിതയ്ക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ഇതിലേതാ നമ്മൾ വിതയ്ക്കുന്നത്? എപ്പോഴും പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ ഫലമാണ് നമ്മൾ വിതയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ ജഡത്തിലുള്ളത് നമ്മൾ വിതയ്ക്കാൻ തുടങ്ങും. നമ്മൾ സുബോധമുള്ളവരാണെങ്കിൽ ആ ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നതിനെ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതെടുത്ത് പുറത്ത് കളഞ്ഞുകൊണ്ട് ഇരിക്കണം. ഇല്ലെങ്കിൽ അതിനെ അവിടെ കിടക്കാൻ സമ്മതിച്ചാൽ അത് മുളച്ച് വേരൂന്നി മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കാനായിട്ട് തുടങ്ങും. ഇബ്രാഹിം ലേഖനത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം ലേഖനം 6-ാം അധ്യായത്തില് അങ്ങനെ പദപ്രയോഗമുണ്ട്. 7 മുതലുള്ള വാക്യങ്ങളാണ്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളകയത്രേ അതിന്റെ അന്ത്യം. നമ്മള് ഒരു നിലത്തോട് നമ്മളെ ഭൂമിച്ചാൽ ദൈവികമായിട്ടുള്ള വിത്തുകളാണോ നമ്മളിൽ നിന്ന് മുളച്ചു വരുന്നത്, അതോ മുള്ളും ഞെരിഞ്ഞിലുമാണോ? അല്ലെങ്കിൽ ജഡത്തിലുള്ള കാര്യങ്ങളാണോ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? ആത്മാവിന്റെ ഫലമാണോ എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യേണ്ടത്. നമ്മുടെ ഈ പുതിയ മനുഷ്യൻ, ദൈവാന്റെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ എപ്പോഴും ആത്മാവിനോടാ ചാഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ പുറമേ ഉള്ളവൻ ജഡത്തോടാ ചാഞ്ഞു നിൽക്കുന്നത്. നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ തീരുമാനങ്ങൾ മേലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ഇടയായിത്തീരുന്നത്. നമ്മളെ മനസ്സ് ജഡത്തിലുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുകൊണ്ടേയിരിക്കും. അത് ഒറ്റ നോട്ടത്തിൽ പാപമായിരിക്കണമെന്നില്ല. അത് നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ.
അല്ലെ? ജഡത്തിന് രസമുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ചിരിക്കാനും രസിക്കാനും ഒക്കെയുള്ള പലതും ഉണ്ട്. പക്ഷെ നമ്മൾ ആത്മീയ വർധന വരുത്തുന്നതല്ല അത്. 1 നമ്മൾ വായിച്ച പോലെ അത് പ്രയോജനമുള്ളതാണ്, പക്ഷെ ആത്മീയ വർധന വരുത്തുന്നില്ല. നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാ? ആത്മീയ വർധന വരുത്തുന്ന കാര്യങ്ങൾക്കാണ്. അതെപ്പോഴും ദൈവത്തിന് മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ സാത്താൻ ചെയ്യുന്നൊരു കാര്യം വളരെ തന്ത്രപരമായിട്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ടങ്ങും ചായിക്കും. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. ആന്തരികമായിട്ടുള്ള തീ കെട്ടുകൊണ്ടേയിരിക്കും. മുന്നോട്ട് ഓടാനുള്ള ഉത്സാഹം കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഏതളവിൽ വചനത്തിന് ഇട കൊടുക്കുന്നോ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഉള്ളിലൊരു തീ കത്താനായിട്ട് തുടങ്ങും. നമ്മുടെ സ്നേഹം ഊഷ്മളതയുള്ളതായിത്തീരും, ഇല്ല ചൂടുള്ളതായിത്തീരും. അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്നി നമ്മൾ വായിച്ചതുപോലെ കേട്ട് കണ്ട് തൊട്ട് രുചിച്ച് അറിയുന്നൊരു തരത്തിലേക്ക് വരാൻ കഴിയും. ഇപ്പൊ സാത്താൻ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ ആ നിലയിൽ നമ്മൾ ഒരിക്കലും ആയിത്തീരരുതെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പലതിലേക്കും നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത തിരിച്ചുകൊണ്ടേയിരിക്കും സാത്താൻ. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലൻ അവിടെ 1 പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വയറിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 12 വാക്യം, സകലത്തിലേക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നും അധീനനാകുകയില്ല. പൂജ്യങ്ങൾ വയറിനും വയറ് പൂജ്യങ്ങൾക്കും ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നിനും അധീനനാകുകയില്ല. നമ്മുടെ ഈ ഓട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വിടാനായിട്ട് നമുക്ക് വിഷമമായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ശീലങ്ങളിലുള്ള എന്തെങ്കിലും നമുക്ക് വിടാനൊരു വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിന് അധീനരായി തീർന്നു എന്നുള്ളതാണ്. ഇത് ഭക്ഷണകാര്യങ്ങളിലാണേലും വസ്ത്രത്തിന്റെ കാര്യങ്ങളിലാണേലും നമ്മുടെ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളിലാണേലും നമ്മുടെ ചിന്ത കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങളിലാണേലും ചിലതിനെ വിടാൻ നമുക്കൊരു മനസ്സ് തോന്നുന്നില്ലെങ്കിൽ, വിഷമം തോന്നുന്നെങ്കിൽ അത് കാണിക്കുന്ന നമ്മളെ സാത്താൻ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ എല്ലാറ്റിനെയും ഞാൻ ജയിക്കും. സൗരന്മാരെ, ഈ ഒരു ഉന്നത വിളിയാണ് നമുക്കുള്ളത്. നമ്മൾ വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രം നമ്മൾ പ്രാപിച്ചാൽ പോരാ, നീതിക്ക് ദാസന്മാരായി തീരുകയും വേണം. എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവത്തിന് കൂടുതൽ കൂടുതൽ പങ്കാളികളായി തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫലം കായ്ക്കുന്നവരായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഫലങ്ങൾ, അത് ആത്മാവിന്റെ ഫലം തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കണം, സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കണം, സമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇത് നമുക്ക് വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നമ്മൾ പിന്നോട്ടുള്ള വഴിയിൽ ഒരു പിന്മാറ്റത്തിലാണ്. സർശാക്കിന് ഒരു വാക്യമുണ്ട്, നീതിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ ഒരിടത്ത് നമുക്ക് നിശ്ചലമായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. ഒന്നുകിൽ നമ്മൾ മുകളിലോട്ട് പോകുന്നു, അല്ലെ താഴോട്ട് പോരുന്നു. ഈ രണ്ടിലും ഒന്നേ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ ഈ സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ട്. മുകളിലോട്ട് പോകാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ക്ഷമ വർദ്ധിച്ചു വരുന്നു, കരുണ വർദ്ധിച്ചു വരുന്നു, ദയ വർദ്ധിച്ചു വരുന്നു, ദോഷം കണക്കിടാത്ത മനോഭാവം വർദ്ധിച്ചു വരുന്നു, ആരെയും കൊണ്ടും ദൂഷണം പറയുന്നില്ല, ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടുന്നില്ല. ഇതൊക്കെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു പിന്മാറ്റത്തിന്റെ വഴിയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് അത് കാണിക്കുന്നത്. നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നമ്മളെ തന്നെ ഈ രാത്രിയിൽ ശോധന ചെയ്യാം. ഈ ഭാര്യ-ഭർതൃ ബന്ധത്തിൽ ഈ സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ? മക്കളും മാതാപിതാക്കളുടെ ബന്ധത്തിൽ ഈ സ്നേഹവും ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ടോ? സൗരന്മാരുള്ള ബന്ധത്തിൽ സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ? ഒരു ശരീരത്തിന്റെ ഫീലിംഗിലേക്ക് നമ്മൾ വരുന്നുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടെന്ന് അത് കാണിക്കുന്നത്. എവിടെയൊക്കെയോ നമുക്ക് മാനസാന്തരത്തിന്റെ അഭാവമുണ്ട്,
ആത്മാവിന്റെ നിറവിന്റെ അഭാവമുണ്ട്, ദൈവവചനത്തിന്റെ ക്രിയ നമ്മൾ ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഇതൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള പ്രത്യേകത അവിടെ ഒരു കുറ്റാരോപണത്തിന്റെ ആത്മാവ് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിലെ സഭകളുടെ എല്ലാം തോതിൽ വളരെ സീരിയസ് ആയ പാപങ്ങളുള്ള സഭകളുണ്ട്. എന്നിട്ടും അവരോട് എന്താ പറയുന്നത്? ആകയാൽ മാനസാന്തരപ്പെടുക. നമുക്കെപ്പോഴും ദൈവം അവശേഷിപ്പിക്കുന്ന മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളാണ്. നമ്മുടെ അവസ്ഥയെല്ലാം നമ്മളെ കാണിച്ചിട്ട് അവസാനമായിട്ട് നമ്മളോട് പറയുന്നു മാനസാന്തരപ്പെടുക. ഈ രാത്രിയിലും അതേ ഒരു വിളിയാണ് ദൈവാത്മാവ് നമ്മളെ കാണിച്ചു തരുന്ന തലങ്ങളിൽ നമ്മൾ ശാഠ്യക്കാരായി തീരാതെ മാനസാന്തരത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമുക്ക് മാനസാന്തരത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്ന് അടികളോട് സംസാരിക്കാനുള്ള കാര്യങ്ങളെ കേൾക്കാനും കാണാനും തക്കവണ്ണം ആന്തരിക ബോധ്യങ്ങളുള്ളവരാക്കി അടികളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കാളേറെ സ്നേഹിക്കുന്ന എല്ലാറ്റെയും വിട്ട് മാനസാന്തരപ്പെട്ട അങ്ങിലേക്ക് തിരിയാനായിട്ട് അടികളെ ഉത്സാഹിപ്പിക്കണം. ആത്മാവിൽ എരിവുള്ളവരാക്കി അടികളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തണുത്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, മരണം വ്യാപരിക്കുന്ന തലങ്ങളിൽ നിന്ന് അടിയങ്ങളെ പുതുക്കി ജീവനിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനമെല്ലാം അനുസരിക്കാനുള്ള ഒരു ആഗ്രഹത്താൽ അടിയങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് അടിയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, ഉണർത്തിക്കൊണ്ടിരിക്കണം കർത്താവേ. അവിടുത്തെ ആഗ്രഹം അടിയങ്ങളെ കുറിച്ച് അതാണല്ലോ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യം പ്രാപിക്കണമെന്നാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവെ, അങ്ങയിൽ ശരണം പ്രാപിപ്പാൻ, ശരണത്തിനായിട്ട് എല്ലാ സമയത്തും അങ്ങിലേക്ക് ഓടി വരുവാൻ താഴ്മുള്ള ഹൃദയം നൽകി അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.